മോനെ സുഖല്ലേ? അപ്പോൾ എൻ്റെ സർവൈവൽ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വേൾഡ്. അപ്പോൾ ഈ വേൾഡിലേക്കും ദേതനെ ആദ്യം തന്നെ നമുക്കത് അവിടെ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഇവിടെ സർവൈവ് ചെയ്യണം. അപ്പോൾ ഇങ്ങോട്ടും ഇതിൻ്റെ വീഡിയോസ് നമ്മൾ വരുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണത്. എന്തായാലും മരം വെട്ടാം. നമ്മൾ ഏത് നേരം കാണിക്കുന്നത് തന്നെയാണ്. നമ്മളത് പെടുത്തണില്ല. കുറച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അത് നമുക്ക് കുറച്ച് വുഡ് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കണം. ബാബാ അത് കഴിഞ്ഞ് നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ സ്റ്റിക്ക് വേണം. നമുക്കൊരിത് ഉണ്ടാക്കണ്ടേ. നമുക്കധികം ഇവിടെ വയ്ക്കണം. ഇവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഒരു ആഡ്സ് ഉണ്ടാക്കണം. പിന്നെ ഒരു ഇതുണ്ടാക്കണം. അയ്യോ എൻ്റെ പേര് വന്നല്ലോ. അത് പറ്റില്ല. ഒരു വാൾ വേണം. ഈ 3 കാര്യം മതി ഗൈസ്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് പൊട്ടിച്ച് കളയണം. ഈ മരം ഇവിടെ അപ്രത്യക്ഷമായിട്ട് ശേഷം നമുക്കെന്തായാലും അവിടേക്ക് പോകാം ഗൈസ്. എന്തായാലും നമുക്ക് ആടിനെ വേണം. നമുക്ക് കിടക്ക വേണ്ട ഗൈസ്. അപ്പോൾ ആടിനെ വേണ്ടേ? 3 ആട്. എൻ്റെ ഈശ്വര, നമുക്കെന്തായാലും ലക്കിയാണ്. നമ്മൾ 3 ആടിനൊക്കെ നമ്മളെ വേൾഡ് തന്നിട്ടുണ്ട്. എന്തായാലും ഒരാട് നമ്മൾ എന്തായാലും മിസ്സിങ് ആവാൻ സാധ്യതയുണ്ട്. അതിനാണെങ്കിൽ 3 ആടിനെ നമുക്ക് കൊല്ലണം. എന്തും ലക്കി ആയാലും ഗൈസ്. എന്തോരാടെൻ്റെ പൊന്നു, ഇത് ആടിൻ്റെ കേന്ദ്രമാണ്. നമുക്കെന്തെങ്കിലും അവിടെ പോവാം. അവിടെ എന്തെങ്കിലും സ്വർണ്ണം അങ്ങനെ വല്ലതും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്തായാലും നമുക്കെന്തായാലും അവിടെ വരെ പോകണം. അവിടെ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. ഈ വേൾഡ് എന്താ നല്ല പ്രത്യേകമുള്ള വേൾഡാണ്. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള വേൾഡാണ്. ഇനി തൊട്ട് നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മളുടെ സ്വർഗം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോസ് മാത്രമേ എനിക്കിങ്ങനത്തെ ഇഷ്ടമല്ല ഗായ്സ്. പണി കിട്ടി. ഗോൾഡിൻ്റെ സംഭവങ്ങളുണ്ട് ഗൈസ്. എൻ്റെ പോയി നമുക്ക് അത് തന്നെ സ്വർണം ഉണ്ട്. ഇത് അയ്യോ പിന്നെ ഒരു ആപ്പിൾ കിട്ടി, ഡയമണ്ട് ആപ്പിള്. പിന്നെ നമുക്ക് ഒരു ആഡ്സ് ഇതല്ലല്ലോ, എന്തൊക്കെ കിട്ടി ഗൈസ്. ഇതൊക്കെ നമുക്ക് കിട്ടിയത്. പിന്നെ 13 വെള്ളിക്കട്ട. എന്തായാലും നല്ല രസമുണ്ട്. നല്ല രസമുണ്ടായിരിക്കണം. നമുക്ക് ആദ്യം ഇതിട്ട് നോക്കാം. കണ്ട നല്ല ഭംഗിയില്ലേ ഗൈസ് എന്നെ കാണാൻ? നല്ല ഭംഗിയുണ്ടല്ലോ. ഇതൊക്കെ ധാരാളം. പിന്നെ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ? ഇത് ലൈഫൊക്കെ പോകുന്ന പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കുറച്ചെടുത്തിട്ടുണ്ട്. രാത്രിക്കുള്ള കിടക്ക കിട്ടി. കിടക്ക ഓക്കെ. നമുക്ക് രാത്രിക്കുള്ള കിടക്ക നമ്മൾ റെഡിയാക്കി. കിടക്ക നമ്മൾ പൊട്ടിച്ച് നമുക്ക് രാത്രിയിൽ നിന്ന് കിടക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് എന്തായാലും ചെയ്യണം. അതിന് നമുക്ക് കുറച്ച് മണ്ണെടുക്കണം. ഒരു ചെറിയൊരു വീടുണ്ടാക്കണം. ഇപ്പം നമ്മൾ ഈ തട്ടിക്കൂട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും തരണം. അപ്പോൾ ഹാപ്പി വിഷു എല്ലാവർക്കും. ഹാപ്പി വിഷു ഗൈസ്. ഓക്കെ, ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു ഗൈസ്.